മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് എഴുതി വെച്ച സത്യം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. കാരണം സർവേകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. എന്നാൽ അമേത്തിയിൽ എന്ത് സംഭവിക്കും? BJP സംഘപരിവാറുകാർ പറയുന്നത് അവിടെ ഇപ്രാവശ്യം സ്മൃതിയുടെ ഒരു തരംഗമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാടിനെ തിരഞ്ഞെടുത്തത് എന്നും. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നിർണായക നീക്കങ്ങളൊക്കെ അമേത്തിയുടെ രാഷ്ട്രീയത്തിൽ, അമേത്തിയുടെ വികസനത്തിൽ വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ അവിടെയും രാഹുൽ ഗാന്ധി വിജയിക്കും എന്നുള്ളത് സർവേകളൊക്കെ വ്യക്തമാക്കി പറഞ്ഞതാണ്. ABP സർവേയൊക്കെ നടത്തിയ സർവേകളിലൊക്കെ വ്യക്തമായി പറയുന്നു ഇപ്രാവശ്യവും അവിടെ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത്. രണ്ടിടത്തും വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എവിടെയായിരിക്കും രാഹുൽ ഗാന്ധി തന്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തുക? ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രിയങ്ക ഗാന്ധിയോട് നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാകുന്നത് പ്രിയങ്ക ഗാന്ധി ഉപതിരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ മത്സരിക്കും എന്നുള്ളതാണ്. അതായത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ആഞ്ഞിറങ്ങിയാൽ തന്നെ വ്യക്തമാകുന്ന ഒരു സത്യം എന്ന് പറയുന്നത് അമേത്തി രാഹുൽ ഗാന്ധി കൈയൊഴിയും എന്നുള്ളതാണ്. അതിന് ശക്തി പകരുന്ന ചില വാക്കുകൾ തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും കടന്നു വന്നത്. പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയായി കാണാതെ തന്നെ താൻ അത് ഏറ്റെടുക്കും എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമേത്തിയുടെ റാണിയാകാൻ ഇനി പ്രിയങ്ക എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കാം ചിലപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നിട്ടുള്ളത്. വയനാട് നിലനിർത്തുകയും അമേത്തി കൈയൊഴിയുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രിയങ്കയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതായത് താൻ എന്തുകൊണ്ട് വാരണാസിയിൽ മത്സരിക്കാത്തതിൻ്റെ കാരണവും പ്രിയങ്ക പറയുന്നുണ്ട്. അത് അമേത്തി മാത്രമല്ല, മറിച്ച് 41 മണ്ഡലങ്ങളുടെ ചുമതല തനിക്ക് നിലവിലുണ്ട്. അപ്പോൾ വാരണാസിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വാരണാസിയുടെ ഒരു ചുമതലയിൽ മാത്രമായി താൻ മുഴുകിപ്പോകും എന്നുള്ള ഒരു ഭയം എനിക്ക് മാത്രമല്ല, മറിച്ച് ആ 41 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. അവരുടെ ആ ഭയവും എൻ്റെ മേലിലുള്ള ഒരു വിശ്വാസവും ഞാൻ മുൻകൈയെടുത്ത് മുന്നിലോട്ട് വെച്ചപ്പോൾ വാരണാസി വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അത് അമേത്തിക്ക് വേണ്ടിയായിരുന്നില്ല. പക്ഷെ നിലവിൽ അമേത്തിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പ്രിയങ്ക പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വയനാട്ടുകാർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വയനാട്ടിൽ നിന്ന് തന്നെയായിരിക്കാം രാഹുൽ ഗാന്ധി ഇനി പാർലമെന്റിൽ എത്തുക എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.